കാസ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും കാസ നമുക്കറിയാവുന്നതാണ്, ക്രൈസ്തവർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു സംഘടനയാണ്. പെട്ടെന്നായിരുന്നു അതിൻ്റെ വളർച്ചയെല്ലാം. ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ കാസയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും സ്വാധീനമെന്ന് ചോദിക്കുമ്പോഴാണ് കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം നമ്മെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചറിയാം, അവിടെ ഒരു മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഒരു അകലം കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇത് മുതലെടുത്താണ് കാസ കേരളത്തിലേക്ക് പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ അടുത്ത നടപടിയായിട്ടാണ് കാസ പരമാവധി എല്ലാ ജില്ലയിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ച ശേഷമാണ് അടുത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അവർ കടക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ചില പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാസ അവർക്ക് സ്വന്തമായി മത്സരിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ BJPയെ പിന്തുണയ്ക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ കാസ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് നാം ഈ കുറച്ച് നാളുകളായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. UDFും അതോടൊപ്പം തന്നെ LDF എല്ലാം വലിയ രീതിയിലാണ് ഇവരെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് UDFനും കേരള കോൺഗ്രസിനുമാണ്. കേരള കോൺഗ്രസിൻ്റെ എല്ലാം പ്രദേശമാണല്ലോ ഈ കോട്ടയവും അതോടൊപ്പം തന്നെ ഇടുക്കി, എറണാകുളം അടക്കമുള്ള പല ജില്ലകളിലും മധ്യ കേരളത്തിലെല്ലാം ക്രൈസ്തവ മേഖലയിലേക്കാണ് ഈ പാർട്ടി പ്രധാനമായി തന്നെ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇവരൊരു വർഗീയ ഒരു സംഘടനയായും വിമർശിക്കുന്നവർ പറയുന്നുണ്ട്. കാരണം ഈ ക്രൈസ്തവർ ഈ കേരളത്തിൽ വലിയ രീതിയിൽ ഇരയാക്കപ്പെടുന്നുണ്ട്, അവർക്ക് സുരക്ഷിതത്വമില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായാണ് ഇവർ രംഗത്ത് വരുന്നത്. UDF LDFും എപ്പോഴും ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന രീതിയിലുള്ള അവർ പ്രസ്താവനകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലവ് ജിഹാദ് അടക്കമുള്ള സംഭവങ്ങൾ അവർ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, വലിയ രീതിയിൽ പെൺകുട്ടികളെ മതം മാറ്റുന്നു എന്ന രീതിയിലുള്ള സിനിമകൾ അടക്കമുള്ളവ ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ഈ സംഘടനയാണ് കേരളത്തിൽ കൂടുതൽ പ്രദർശനം നടത്തിയതും വ്യാപിപ്പിച്ചത്. അല്ലാതെ RSSവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനമല്ല. അവർക്ക് ഇനി ഇത് നടത്തി അവർക്ക് വർഗീയ പേര് വരണ്ടെന്ന് കരുതിയായിരിക്കും അവർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ഇത് വലിയ രീതിയിൽ ഇവിടെ പ്രദർശനം നടത്തിയത് കാസ പോലുള്ള സംഘടനകളാണ്. മറ്റൊരു കാര്യം നാം കാസയുമായി സൂചിപ്പിക്കാനുള്ളത്, വർഷങ്ങളായി തന്നെ BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ വേണമെന്ന ചർച്ച മുൻപും ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി, അമിത്ഷായും അടക്കമുള്ളവർ അധികാരത്തിൽ വരികയും പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത ശേഷം അവർ പല സർവേകളും നടത്തുമ്പോൾ കണ്ടെത്തിയത് കേരളത്തിൽ എന്തായാലും ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രം അവർക്ക് ജീവിതത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ശക്തമാണ്, മുസ്ലിം ന്യൂനപക്ഷവും ശക്തമാണ്, ക്രൈസ്തവ ന്യൂനപക്ഷവും ശക്തമാണ്. അങ്ങനെ അവരുടെ ശക്തി എന്തെന്നറിയണമെങ്കിൽ നാം തിരുവനന്തപുരം മണ്ഡലം മാത്രം നോക്കിയാൽ മതി. കാരണം BJP എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വലിയ സ്ഥാനാർത്ഥികളുമായി രംഗത്ത് വരുമ്പോൾ ക്രൈസ്തവ മേഖലയിൽ അവരെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്ന ഒരു രീതി നാം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നാം അത് കണ്ടതാണ്. പക്ഷേ അതിനെല്ലാം കവർ ചെയ്യാൻ തൃശ്ശൂരിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ക്രൈസ്തവ മേഖലയിൽ നിന്നും BJPക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഈ കാസയുടെ വലിയ രീതിയിലുള്ള സ്വാധീനമാണ്. പ്രത്യേകിച്ച് UDFനും LDFനും വോട്ട് ചെയ്യുന്ന ഈ ക്രൈസ്തവ വിഭാഗത്തെ അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾക്ക് കേരളത്തിൽ പരിഗണന ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ, ഈ പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം, അദ്ദേഹത്തിൻ്റെ പരാമർശവുമല്ല SPP അടക്കമുള്ള സംഘടനകൾ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുകയും അതെല്ലാം വലിയ രീതിയിൽ കത്തിച്ചാണ് ഈ പ്രസ്ഥാനം കേരളത്തിലേക്ക് വളർന്നു വന്നത്. അതിനുശേഷം ഇപ്പോൾ അവർ പറയുന്നത് തന്നെ 20,000-ലധികം അംഗങ്ങൾ ആ പാർട്ടിയിൽ അംഗമായുണ്ട്, എല്ലാ ജില്ലയിലും തങ്ങൾ ശക്തിയുള്ളതാണെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇനി വരുന്ന രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ പോകുന്നത്. അവർ ഈ BJPക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം BDJs ആണ്. BDJs ഒരിക്കലും BJPക്ക് വലിയ ഗുണം ചെയ്തില്ലെന്ന് പറയുമ്പോഴും അവർക്ക് വലിയ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും BDJസിൻ്റെ സംഘടനയെ അവർക്ക് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ഒറ്റയ്ക്കൊരു സീറ്റിലും അങ്ങനെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലും ഈഴവ വിഭാഗത്തെ BJPയിലേക്ക് അടുപ്പിക്കാൻ എന്തായാലും BDJസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് BJPയുടെ കാസയുമായുള്ള ലക്ഷ്യവും. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ, മധ്യ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ വലിയ രീതിയിൽ
തങ്ങളിലേക്ക് അടുപ്പിക്കുക. അതോടൊപ്പം തന്നെ അവർ ഈ BJPയുടെ നിലവിലെ ഇപ്പോൾ ശക്തി കേന്ദ്രങ്ങളായ തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെല്ലാം ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളിലേക്ക് അടുപ്പിച്ച് 2025 ഈ വർഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പരമാവധി വിജയങ്ങൾ നേടുക. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ വലിയ രീതിയിൽ തന്നെ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള മണ്ഡലമാണല്ലോ. അപ്പോൾ ആ കോർപ്പറേഷൻ പിടിക്കുക എന്നത് BJP പ്രഖ്യാപിത നിലപാടാണ്. തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരും ആ 2 മണ്ഡലം പിടിക്കാൻ വേണ്ടിയും ഈ കാസയുടെ സഹായം BJPക്ക് വലിയ രീതിയിൽ അവർക്ക് ആവശ്യമാണ്. പിന്നീട് വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് കാസയുടെ പിന്തുണ വേണം. മറ്റൊരു കാര്യമുണ്ട്, നാം 2026 തിരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ എന്തായാലും ഈ ചെറിയ ചെറിയ ജാതി സംഘടനകൾക്കായിരിക്കും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക. കാരണം ഈ ഒരു ഭാഗത്ത് BJPയെ തോൽപ്പിക്കാനും UDFന് അധികാരത്തിലേറ്റാനും വേണ്ടി SDPI ഉണ്ടല്ലോ. SDPI ഇപ്പോൾ പല മണ്ഡലങ്ങളിലും UDFന്റെ ഒപ്പം നിൽക്കുന്നതാണ്. അവർ പൂർണ്ണമായി തന്നെ അവർക്ക് ഒരിക്കലും UDFനോട് നിൽക്കാൻ കഴിയില്ല. അവർ നടപ്പിലാക്കുന്ന തന്ത്രങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും UDFനെ പിന്തുണയ്ക്കുമ്പോഴും ഇപ്പോൾ നേമം, മഞ്ചേശ്വരം അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ആ നിയമത്തെല്ലാം അവർ പിന്തുണയ്ക്കാൻ പോകുന്നത് LDFനെയാണ്. അവിടെ UDF ചെയ്യുന്നത്. അവിടെ എന്തായാലും UDFനെ പിന്തുണച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല. നാം മഞ്ചേശ്വരത്ത് നോക്കുമ്പോൾ അവിടെ UDF മുസ്ലിം ലീഗിനാണ്. വർഷങ്ങളായി അവരുടെ പിന്തുണ ലഭിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. നാം പാലക്കാട് നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ആണ്. അവിടെ കാരണം BJP എവിടെയെല്ലാം എതിരാളിയാണോ BJPയെ പരാജയപ്പെടുത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ BJPക്ക് ശക്തിയില്ലാത്ത മണ്ഡലങ്ങളുണ്ടല്ലോ, മലപ്പുറം അടക്കമുള്ള കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലെ മണ്ഡലങ്ങളിലെല്ലാം അവിടെയെല്ലാം UDFനെയാണ് ഇവർ വലിയ രീതിയിൽ പിന്തുണയ്ക്കാൻ പോകുന്നത്. എന്തായാലും ആ മണ്ഡലങ്ങളിൽ അങ്ങനെ ഈ SDPയുടെ സ്വാധീനം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് കാസയാണ്. കാസ വഴി അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPയിലാണ്. പണ്ട് നാം ഇവിടെ തന്നെ ചർച്ചയിൽ പലരും പറയുന്ന കാര്യമാണ്, ഇപ്പോൾ SDPയെ ഒരടി മുന്നോട്ട് വച്ചാൽ 100 അടി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നല്ലോ ഈ പോപ്പുലർ ഫണ്ടിൻ്റെ പ്രസ്താവന. അത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് ആരാണ്? ക്രൈസ്തവ വിഭാഗത്തെയാണ്. അവലും മലരും കുന്തിരിക്കവും ആ രീതിയിലുള്ള പ്രസ്താവന വന്നപ്പോൾ വലിയ രീതിയിൽ ബാധിച്ചത് ക്രൈസ്തവ വിഭാഗത്തെ. അതോടൊപ്പം തന്നെ ജോസഫ് മാഷിൻ്റെ കൈവെട്ട്, ആ ജോസഫ് മാഷിൻ്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട് ഈ ക്രൈസ്തവർക്കിടയിൽ വലിയ പ്രതിസന്ധി ഉണ്ട്. അവർക്ക് ഒരു പശ്ചാത്താപമുണ്ട്, അന്ന് ഞങ്ങൾ ഈ മാഷിനെ സഹായിച്ചില്ല, ഇനി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ പാടില്ല, സ്വയം കരുത്തരാകുക എന്ന ചിന്തയാണ് കാസ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ലീഗ് വലിയ ആധിപത്യം കാണിക്കുന്നതും UDF കാണിക്കുന്നതും ഇത് ഇത്തരത്തിലെ കാസയിലേക്കുള്ള ഒരു ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ലീഗിന്റെ സ്വാധീനം അത് നമ്മൾ 2021 തിരഞ്ഞെടുപ്പിൽ നോക്കാനുള്ളതാണ്. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് തുർക്കിയിലൊരു പള്ളിയുമായി ബന്ധപ്പെട്ട് ആ ക്രൈസ്തവ പള്ളി മുസ്ലിം മസ്ജിദാക്കി മാറ്റിയപ്പോൾ അന്ന് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നും ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയുടെ ഭാഗമായാണ് UDFന്റെ വോട്ട് ബാങ്ക് മുഴുവൻ LDFയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ്. വലിയ രീതിയിൽ തന്നെ ക്രൈസ്തവ വോട്ടുകൾ LDFന് ജയിച്ചു. പത്തനംതിട്ടയും കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നമുക്കറിയാവുന്ന UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പിന്നെ LDF വിജയിച്ചു കയറുന്നത് 10,000-20,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ്. അത് നോക്കുമ്പോൾ എന്താണ് സംഭവം? ഇതാണ് ഈ ലീഗിന്റെ അപ്രമാദിത്യം. ഈ ഇടയ്ക്ക് LDF തന്നെ അത്ര ഒരു പ്രചരണം നടത്തുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ക്രൈസ്തവ മേഖലയിൽ LDF ആണ് അത്തരം പ്രചരണം നടത്തുന്നത്. ഈ നമ്മുടെ ഈ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം, UDFനെ പരാജയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഏറ്റവും കൂടുതൽ ലഘുലേഖകളും അതോടൊപ്പം തന്നെ പ്രചരണങ്ങൾ നടത്തിയിരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായത്. പക്ഷേ ഇപ്പോൾ 2024 ലോക്സഭ തെരഞ്ഞെടുപ്പായപ്പോൾ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രീണനം ഏറ്റവും കൂടുതലുള്ളത് CPM ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ വീണ്ടും തിരിച്ചുപോയി. അതിന് തിരിച്ചു പോകുമ്പോഴും തൃശ്ശൂരും പല മണ്ഡലങ്ങളിൽ ആ വോട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അത് BJPക്കും കൂടെ ഒരു ചെറിയൊരു പങ്ക് പോവുകയാണ്. ആ ചെറിയൊരു പങ്കിനെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനാണ് എന്തായാലും കാസയുടെ ശ്രമം.